ഹൗസ്മേറ്റ്സ് വേഴ്സസ് ജിൻഡോ ആ ഒരു നരേറ്റീവിലേക്കാണ് കാര്യങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ചു നേരമായിട്ട് ലൈവ് കാണുന്നവർക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കുറെ നേരമായിട്ട് ലൈവ് കാണുന്നില്ല, അത് ഇപ്പോഴാണ് വെച്ചത്. അപ്പൊ താണ്ട് ഒരു വലിയ വമ്പൻ കൂട്ടത്തല്ല അവിടെ നടക്കുന്നു. കൂട്ടത്തല്ലല്ല, സത്യം പറഞ്ഞാൽ വീട്ടുകാര് വേഴ്സസ് ജിൻഡോയാണ് അവിടെ നടക്കുന്നത്. ജിൻഡോ ആ ഒരു ജയിലിലെ വാഷ്റൂമിൽ ഇരുന്ന് സിഗരറ്റ് വലിച്ചു എന്നൊരു ആരോപണം നമ്മുടെ ജാസ്മിൻ നടത്തുന്നു. സിഗരറ്റ് വലിച്ച സ്മെല്ലുണ്ട് എന്നാണ് ജാസ്മിൻ പറയുന്നത്. പിന്നെ ഒരു സിഗരറ്റ് കുറ്റി അവിടെ കിടക്കുന്നതായിട്ട് ജാസ്മിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജിൻഡോ പറയുന്നത് അത് ഫസ്റ്റ് വീക്കിൽ ജയിലിൽ പോയപ്പോ രതീഷിന്റെ കൂടെ വലിച്ചതാണെന്നാണ്. അപ്പോഴും ജാസ്മിൻ മണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് അടിക്കുന്നു എന്ന രീതിയിലാണ് ജാസ്മിൻ പറയുന്നത്. അത് ക്രോസ് ചെക്ക് ചെയ്ത് ക്രോസ് വിസ്താരം നടത്താനായിട്ട് എത്ര പേരാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മുടെ സിജോയ്, ഋഷിയ്, പിന്നെ ഗബ്രിയ്, ശരണ്യ, പിന്നെ ശ്രീതു, അങ്ങനെ എല്ലാരും വരുന്നുണ്ട് കേട്ടോ. മറ്റേ സംഘം കൂടിയുള്ള അടിയാണ്. കൂട്ടം കൂടി നിന്ന് അങ്ങോട്ട് ആക്രമിക്കുകയാണ് ജിൻഡോനെ. മാസാണ് കേട്ടോ ഇവരെല്ലാരും, അടിപൊളിയാണ്. ഇതൊന്നും പ്രേക്ഷകർ കണ്ടിട്ട് ഇവരെ പോസിറ്റീവ് അടിച്ച് ജിൻഡോയെ നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവർ ഓർത്തോണ്ടിരിക്കുന്നത് കേട്ടോ. കിടുവാണ് എല്ലാരും. പക്ഷെ അതൊക്കെ ആ മനുഷ്യന്റെ പൂടയിലെങ്കിലും തൊടുന്നുണ്ടോ? പുള്ളി പ്രൊവോക്ക് ആവുന്നുണ്ടോ? പിന്നെ ഇതില് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജയിലിനകത്തെ ബാത്റൂമിന്റെ അകത്ത് കയറി മണത്ത് നോക്കുന്നുണ്ട് ഈ ഒരു പവർ ടീമിലുള്ള എല്ലാരും, പിന്നെ ക്യാപ്റ്റനും. ഇവന്മാരാരുടെ സ്നിഫർ ഡോഗ് സൂസിയോ മണത്ത് നോക്കുന്നു. മണത്ത് എനിക്ക് ചിരിയും കൂടെ വന്നു. പിന്നെ ഏതൊരു കുറ്റകൃത്യത്തിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ജിൻഡോ ഒരു സിഗരറ്റും ലൈറ്ററും കട്ടെടുത്ത് അതുമായിട്ട് ജയിലിൽ പോയി ബാത്റൂമിൽ ഇരുന്നത് വലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയും. ഇപ്പം ലൈറ്റർ ആയി കഴിഞ്ഞാലും ജിൻഡോയ്ക്ക് അത് ഒരുപാട് സമയം ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. പുള്ളി ആ ഒരു പാന്റിന്റെ അകത്തോ അല്ലെങ്കിൽ എന്താ പറയാ അണ്ടർ ഗാർമെന്റ്സിന്റെ അകത്തോ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് എപ്പോഴേലും അത് ബിഗ് ബോസിന്റെ ക്യാമറയിൽ അത് എപ്പോഴേലും പെട്ടിട്ടുണ്ടാവും. അത് തെളിയിക്കാൻ ഇവർക്ക് ആർക്കും തലയും കുത്തി മറിയേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയും ക്യാമറകളുള്ള ഒരു വീടാണ് അത്. ലാലേട്ടൻ വന്ന് ഇത് തെളിയിച്ച് ഒന്നെങ്കിൽ ജിൻഡോ എയറിലാവും, അല്ലെങ്കിൽ ഒരു ഫോൾസ് അലിഗേഷൻ ഉന്നയിച്ചതിന്റെ പേരിൽ ജാസ്മിനും പിന്നെ മുല്ലപ്പൂ കടകവും എയറിലാവും. രണ്ടിലൊന്നും നടക്കും എന്നത് ഉറപ്പാണ്. പിന്നെ ജിൻഡോ ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റിനെ ഇത്രയും വലിയ കുറ്റമായിട്ട് പ്രൊജക്ട് ചെയ്യുന്നവര് എല്ലാരും ഭയങ്കര പുണ്യാളന്മാരാണ് കേട്ടോ. പുണ്യാളന്മാരാണ്. ശ്രീതുവും ഗബ്രിയും സിജോയും ഒക്കെ കൂടി ജിൻഡോയുടെ പെട്ടിയും പിന്നെ പേഴ്സണൽ വാർഡ്രോബും ചെക്ക് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ പെർമിഷൻ ഇല്ലാതെ. മനസ്സിലായോ? അതിനേക്കാൾ വലിയ ചെറ്റത്തരം വേറെ ഇല്ല. പിന്നെ ജയിലിലുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു റൂള് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരില് റസ്മിനെയൊക്കെ ഇതിൽ വിട്ടതാണ്, നോമിനേഷനിൽ വിട്ടതാണ്. പക്ഷെ എത്ര നേരമാണ് എല്ലാരും കൂടി ഇരുന്ന് ജിൻഡോയെ വിസ്തരിച്ച് സ്വയം കോമഡി പീസ് ആയത് അവിടെ ആ ജയിലിന്റെ മുന്നിലിരുന്ന്. ബിഗ് ബോസിന് ഒരു അക്ഷരം പോലും വേണ്ടണ്ട. ബിഗ് ബോസിന്റെ വായിക്ക് അത് പഴമാണ്, പഴം. ജയിലിൽ കിടക്കുന്നവരല്ലാതെ ആർക്കും ജയിലിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നൊരു റൂളുണ്ട്. പവർ ടീമും ക്യാപ്റ്റനും വഴിയെ കൂടെ പോയ പട്ടിയും പൂച്ചയും എല്ലാം ജയിലിൽ കയറി മെയ്യുന്നത് ഞാൻ ലൈവില് കണ്ടു. സ്നിഫർ ഡോഗുകളാണ് അവിടെ അതിനകത്തുള്ളത്. എല്ലാം കൂടെ ചെന്നെങ്കിൽ മണക്കുവാണ് അങ്ങോട്ട്. ഗബ്രിക്കൊക്കെ അത് മണക്കാഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയാ ഏനക്കേടാണ് ഭയങ്കര. സിഗരറ്റിന്റെ സ്മെല്ല് പിടിക്കാൻ മണത്ത് നോക്കുന്നു. വേറെ പണിയില്ലേ ഇവർക്കൊന്നും? പ്രേക്ഷകർക്ക് മണത്ത് നോക്കാൻ പറ്റുമോ? മണത്ത് നോക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പറഞ്ഞേനെ. എല്ലാ ആഴ്ചയും 2 ദിവസം അവിടെ വന്ന് നിൽക്കുന്ന ആ മനുഷ്യൻ ഈ ആരോപണം സത്യമാണെങ്കിൽ അത് തെളിയിച്ചിരിക്കും. പുള്ളി ഒരു കോമഡി പീസ് അല്ല ഇവരെ പോലെ. അതിനിങ്ങനെ കടന്ന് കൂട്ടത്തോടെ മോങ്ങേണ്ട ഒരു കാര്യമില്ല. ഫസ്റ്റ് വീക്കിൽ ജയിലിൽ വെച്ച് വലിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചു തന്ന ആളാണ് ജിൻഡോ. ഇതും ചെയ്ത് തെറ്റാണെങ്കിൽ ജിൻഡോ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിനിങ്ങനെ വളഞ്ഞിട്ട് അടിക്കേണ്ട ഒരു കാര്യവുമില്ല. കുറച്ചേലും വിവരമുള്ള ആരും ഇങ്ങനെ വളഞ്ഞിട്ട് അടിക്കാൻ നിൽക്കത്തില്ല. പ്രേക്ഷകർക്ക് ബിഗ് ബോസ് വീട്ടിലെ ബാത്റൂം ഒന്ന് മണത്ത് നോക്കാൻ പറ്റാത്തടത്തോളം കാലം മുല്ലപ്പൂ ഘടകത്തിന്റെ ആരോപണം നിലനിൽക്കുക തന്നെ ചെയ്യും. അത് നിലനിൽക്കില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ജാസ്മിൻ കളിച്ചത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു ബ്രില്യൻ ഗെയിം തന്നെയാണ്. ജാസ്മിന്റെ അണ്ണാക്കില് ഗബ്രിയുടെ ആ മുണ്ടും തിരികെ വെച്ച് അതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. കാരണം അമ്മാതിരി വെറുപ്പിക്കലാണ് ലൈവില് ജാസ്മിന്റെ വക. ജയിലിൽ കയറുന്ന ദിവസം നാക്കിട്ടടിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കുക എന്നതാണ് ജാസ്മിന്റെ ലക്ഷ്യം. അത് നല്ല വെടിപ്പായിട്ട് ആഷാദി ചെയ്യുന്നുണ്ട്. ജിൻഡോ ഒക്കെ എല്ലാം സഹിച്ച് കടിച്ച് പിടിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അത് ആ ഒരു ഇരിപ്പങ്ങ് കാണണം നമ്മൾ കേട്ടോ. പുള്ളിയുടെ ക്ഷമയ്ക്ക് ഒരു നൊബേൽ പീസ് പ്രൈസ് കൊടുക്കണം. നമ്മുടെ കൺമുമ്പിലിരുന്ന് ഒരാള് കൊണകൊണ എന്ന് ഒരുപാട് നേരം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരിപ്പുണ്ട്. ആ തരിപ്പില് നമ്മൾ എന്തൊക്കെ ചെയ്യും? ജിൻഡോയ്ക്ക് തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളി ഒന്നും ചെയ്യുന്നില്ല. പുള്ളി അത് മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട്. പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ജാസ്മിൻ ഓരോ പാട്ടുകൾ പാടുമ്പോഴും ജിൻഡോ ഇങ്ങനെ ഏറ്റുപിടിച്ചങ്ങ് പാടുകയാണ്, രസം പിടിച്ച്.
ജാസ്മിന്റെ വട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും വെറുപ്പിക്കലാണെങ്കിലും ജാസ്മിൻ വക കണ്ടന്റ് ചാകരയാണ് ലൈവില്. ഇത് ജിൻഡോയും അതെ, ജിൻഡോ ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ കാണിക്കുന്നതുകൊണ്ട് കണ്ടന്റുകൾക്ക് ഒരു കുറവുമില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.